ഹായ് ഹലോ നമസ്കാരം, ദിസ് ഇസ് രഞ്ജിത്ത്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ എന്നുള്ളത് തൃക്കുന്നപ്പുഴയിലുള്ള കൈരളി ഫിഷ് ഫാമിലാണ്. ഇവിടെ വനാമി എന്ന ഇനത്തിൽപ്പെട്ട ചെമ്മീൻ കൃഷിയുടെ വിളവെടുപ്പ് നടക്കുകയാണ്. അപ്പോൾ ഈ ഫാമിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് ഇന്ന് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവരുടെ ചെമ്മീൻ കെട്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കായംകുളം കായൽ തുടങ്ങുന്ന ആ ഭാഗത്താണ്. നമ്മൾക്ക് വള്ളത്തിൽ കൂടെ മാത്രമേ നമുക്ക് ആ ഭാഗത്തോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഗൂഗിൾ മാപ്പിൽ ഞാൻ നിങ്ങൾക്ക് അതിനൊരു ദൃശ്യം കാണിച്ചു തരാം. അപ്പോൾ ജനപ്രതിനിധികളും മറ്റ് ഫിഷറീസ് വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാവരും എത്തി. അപ്പോൾ ഞങ്ങളെല്ലാം വള്ളത്തിൽ കയറി വള്ളം പതുക്കെ എടുത്തു നമ്മൾ ചെമ്മീൻകെട്ടിനെ ലക്ഷ്യമാക്കി പതുക്കെ നീങ്ങുകയാണ്. ഇത് കക്ക വാരി വളർന്ന് നിറച്ചിട്ട് വരിക്കൊണ്ട് വന്ന് പോവല്ലേ? ഇപ്പോഴത്തെ ഈ വെള്ളത്തിന്റെ അവസ്ഥയ്ക്ക് പൊട്ടിപ്പോയല്ലേ? അത് കാരണം അവർ വാരി കൊണ്ടുവന്ന് ഇവിടെ സേവ് ചെയ്യും. അതാകുമ്പോഴത്തേക്ക് അവരുടെ ഇതായിട്ടുള്ള സമയത്ത് വാരിയെടുക്കാൻ പറ്റും. കാരണം അവിടെ ഒരു ചേട്ടൻ കക്ക വാരിക്കൊണ്ട് പോകുന്നത്. കക്ക വാരിക്കൊണ്ട് പോകും. അപ്പോൾ നമ്മൾ ദേണ്ട നമ്മൾ കൈവഴി നിൽപ്പോൾ നമ്മൾ കായലിലോട്ട് വള്ളം കയറിയിട്ടുണ്ട്. കായംകുളം കായലേത്. ഈ കായലിൻ്റെ ഒരു അറ്റത്താണ് തോന്നുന്നത് ഇവരുടെ ഫാം സ്ഥിതി ചെയ്യുന്നത്. വെള്ളം വളരെ മോശം. ആ കാണുന്നതാണ് കായംകുളം താപനിലയം. നാഫ്ത ഉപയോഗിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന താപനിലയമായിരുന്നത്. ഇപ്പോൾ നാഫ്ത ഉപയോഗിച്ച് ഇല്ല, സോളാർ ഉപയോഗിച്ചാണ് പൂർണ്ണമായിട്ടും അവിടെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത്. അതിൻ്റെ നേരെ ബാക്ക് സൈഡിലാണ് നമ്മുടെ ഈ ഒരു ചെമ്മീൻകെട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് ഫാം അതോ? അപ്പോൾ നമ്മളതേ ഫാമിൻ്റെ അവിടോട്ട് എത്താറായിക്കൊണ്ടിരിക്കുന്നു. അതേ ആ കാണുന്നതാണ് ഫാം. അപ്പോൾ ഞങ്ങൾ വള്ളത്തിൽ വന്ന് എല്ലാവരും ഇറങ്ങി. പ്രിയപ്പെട്ട ജനപ്രതിനിധികളുണ്ട്, ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വള്ളത്തിനും പിന്നെ 1-2 ചെറിയ വള്ളങ്ങളായിട്ടാണ് എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് കൈരളി ഫിഷ് ഫാം. ഇവിടെയാണ് ഇവരുടെ ചെമ്മീൻ കൃഷി ചെയ്യുന്നത്. ഇതല്ലാതെ ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു കുളമുണ്ട്. ഏകദേശം 1 ഏക്കറിന് മുകളിലുള്ള സ്ഥലത്താണ് ഇവർ ചെമ്മീൻ കൃഷി ചെയ്യുന്നത്. അപ്പോൾ ഇതേ ഫാമിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കയറി. ശ്രദ്ധിച്ച് ഇറക്കണമെന്ന് പറയുന്നത് ചെറിയ തെറ്റലുണ്ട്, വഴുക്കലുണ്ട്.
ഇത് കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ആലപ്പുഴ ജില്ലയുടെ ഇത് പ്രധാനമന്ത്രി പദ്ധതി. പ്രധാനമന്ത്രി പദ്ധതി ഉൾപ്പെടുത്തി ചെമ്മീൻ കൃഷിയാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. വനാമി എന്ന ഇനത്തിൽപ്പെട്ട ചെമ്മീനാണ് ഇവിടെ കൃഷി ചെയ്തിട്ടുള്ളത്. പിന്നെ കരണ്ട് സംവിധാനമൊക്കെ ദേ ഇവിടെ കൊടുത്തേക്കുന്നത്. അപ്പോൾ ചെമ്മീൻ കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഇവിടെ ആദ്യ വിൽപ്പനയ്ക്ക് എത്തിയിരിക്കുന്ന സുജിത് മെമ്പറേയും പിന്നെ നമ്മുടെ ഇവിടുത്തെ കർഷകരായിട്ടുള്ള ഹാഷിം അദ്ദേഹത്തെയും സപ്പോർട്ട് ചെയ്ത നമ്മുടെ കൈരളി ഫിഷും പിന്നെ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ ജീവനക്കാര് ഒരു കൃഷി സമ്പ്രദായമാണ് നമ്മളിവിടെ പരീക്ഷിച്ച് വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത്തരം പദ്ധതികൾ ഫലപ്രദമായി തൃക്കുന്നപ്പുഴ പഞ്ചായത്ത് നടപ്പിലാക്കാൻ കഴിയുന്നു എന്നുള്ളത് വലിയ കാര്യമാണ്. അതിനകത്ത് നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റും അതിലെ ഉദ്യോഗസ്ഥന്മാരും തൃക്കുന്നപ്പുഴയിലെ ഉദ്യോഗസ്ഥരും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഉദ്യോഗസ്ഥരും കാണിക്കുന്ന ഒരു താല്പര്യവും അതിനോട് കാണിക്കുന്ന ഇച്ഛാശക്തിയുമാണ് ഈ ചെറുപ്പക്കാരെ ഈ പദ്ധതിയിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. ിൽ രാവിലെ നേരത്തെ എഴുന്നേറ്റ് വന്നത് ഈ രണ്ട് പരിപാടികൾക്കാണ്. വളരെ സന്തോഷവും അതിനേക്കാളേറെ അഭിമാനമാണ് എനിക്ക് ഈ ചെറുപ്പക്കാരോട് തോന്നുന്നത്. സാധാരണ നമ്മുടെ ഈ പദ്ധതികൾ നമ്മൾ പലപ്പോഴും ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്യുന്ന ഘട്ടത്തിലെല്ലാം ഇതിൻ്റെ ഗുണഭോക്താക്കളായി നിൽക്കുന്ന ആളുകൾ ഇത് ഗവൺമെൻറ് പദ്ധതിയോട് കാണിക്കുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. സർക്കാർ പദ്ധതിയല്ലേ, ഇത് നടന്നോളും എന്ന നിലപാടാണ് പലപ്പോഴും ഗുണഭോക്താക്കളായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ സംഘാടകരായിട്ടുള്ള സംരംഭരായിട്ടുള്ള ആളുകൾ പ്രവർത്തിക്കുന്നത്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി ഉദ്യോഗസ്ഥർ ഈ പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിനേക്കാൾ സ്പിരിറ്റോടുകൂടി, സ്വന്തം കാര്യമാണെങ്കിൽ പോലും അതിനേക്കാൾ സ്പിരിറ്റോടുകൂടി അത് നടപ്പിലാക്കാൻ നിൽക്കുന്ന ഒരു പറ്റം ചെറുപ്പക്കാർ, എനിക്ക് വലിയ സന്തോഷം തോന്നുന്നു. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരു നാടിൻ്റെ വികസനം മുന്നോട്ട് വരേണ്ടത്. ഇവിടെ യഥാർത്ഥത്തിൽ ഈ പ്രദേശത്തിൻ്റെ തൃക്കുന്നപ്പുഴയുടെ ഈ പ്രദേശത്തിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളെ എങ്ങനെ എൻഗാഷ് ചെയ്യാം, എങ്ങനെ അതിനെ ധനമാക്കി മാറ്റാമെന്ന നല്ല ഭഗീരഥ പ്രയത്നമാണ് നമ്മുടെ ഈ ചെറുപ്പക്കാർ നടത്തുന്നത്. അതാണ് പ്രധാന. ഇവിടെ താഹിക വളരെ വിശദമായിട്ട് തന്നെ ഒരു കർഷകർ സംസാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അതായത് ഇതുമായിട്ട് പ്രസിഡന്റ് വിനോദ് കുമാർ സാറ് ഈ വിളവെടുപ്പ് മഹോത്സവം ഉദ്ഘാടനം ചെയ്യാനായി ഇവിടെ എത്തിയ ഞാൻ ഒരു മെസ്സേജിൽ കൂടി മാത്രമാണ് സാറിനെ ആദ്യം കാരണം ശല്യപ്പെടുത്തേണ്ടെന്ന് ഓർത്ത്. പക്ഷേ ആ മെസ്സേജ് പെട്ടെന്ന് തന്നെ എനിക്ക് മറുപടി തന്നു. തീർച്ചയായും എത്തിച്ചേരാമെന്ന് പറഞ്ഞതിൻ്റെ രാവിലെ തന്നെ ഇവിടെ എത്തി നമ്മുടെ ഈ വിളവെടുപ്പ് മഹോത്സവം ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിയ അഡ്വക്കേറ്റ് ടി എസ് താഹ സാറ്, നമ്മുടെ സുജിത് മെമ്പർ, പിന്നെ FEO ശ്രുതി മാഡം, പിന്നെ എൻ്റെ സഹപ്രവർത്തകർ, പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ നമ്മുടെ കർഷകർ. ഇവിടെ ഒരു 4 അംഗ സംഘം എന്ന് പറഞ്ഞെങ്കിലും എൻ്റെ കാഴ്ചപ്പാടിൽ ഒരു 10 പേര് അടങ്ങുന്നുണ്ട് ഇവിടെ. കാരണം ആ സൈറ്റ് ഒരു 4 പേര്, അങ്ങനെ ഇവർ മൊത്തത്തിൽ അങ്ങനെ എൻ്റേത് എന്ന് അല്ല അവരുടേതെന്ന് വേർതിരിക്കാതെ മൊത്തത്തിൽ അവരുടെ എഫേർട്ട് എടുത്ത് തന്നെയാണ് ഈ മത്സ്യകൃഷി രീതി ആരംഭിച്ചത്. ഈ ചെറിയ ചെമ്മീൻ കൃഷിയുടെ ഉദ്ഘാടനത്തിന് വന്ന എല്ലാവരോടും അകമഴിഞ്ഞ നന്ദിയും കടപ്പാടും ഉണ്ട്. പിന്നെ നമുക്ക് പ്രത്യേകം നന്ദി പറയാനുള്ളത് ഞങ്ങളുടെ പ്രൊമോട്ടറായ സെൽനാത്താണ്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അറിയാത്ത ഞങ്ങളെ കൊണ്ടുപോയി നന്നായി ഇത് പഠിപ്പിച്ച് ഇത്രയും നാളും ഇത് കണ്ടിന്യൂ ചെയ്ത് നല്ല രീതിയിൽ വിളവെടുക്കാനുള്ള അവസരം ഒരുക്കി തന്ന അവരാണ്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ശ്രുതി മാഡവും ബാക്കിയുള്ള ഉദ്യോഗസ്ഥരും പിന്നെ ഉദ്ഘാടനത്തിന് വന്ന എല്ലാവരോടും അകമഴിഞ്ഞ നന്ദി പറയുന്നു.
ഏകദേശം 2.5 ലക്ഷം മത്സ്യക്കുഞ്ഞുങ്ങളെ ഇവിടെ നിക്ഷേപിച്ചിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് പരിഗണിക്കണേ. പിന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. ആ കൊട്ടയം എടുത്തോണ്ട് ഓടിപ്പോയി സൈഡിൽ കൂടെ പോണേ എന്നല്ലേ വെള്ളത്തിലാണ് 18-20 1 ഗ്രാം. അപ്പൊ അത് നമുക്കൊരു ചേട്ടൻ കർത്താവായിരുന്നുണ്ട്, അവിടെ മുങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ചെമ്മീൻകെട്ടിൽ നിന്ന് തിരിച്ച് ഇവരുടെ ഫാം ഇരിക്കുന്ന സ്ഥലത്തോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഫാമിൽ കുറച്ച് കാഴ്ചകളുണ്ട്. അപ്പോൾ അതുകൂടെ ഞാൻ കാണിച്ചിട്ട് ഈ വീഡിയോ നിർത്തുവാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പോൾ തിരിച്ച് ഞാൻ ഇവരുടെ ഫാമിലെത്തി. ഇവിടെയാണ് ഇവരുടെ ഡിസ്ട്രിബ്യൂഷനും മറ്റുള്ള കാര്യങ്ങളും എല്ലാം നടക്കുന്നത്. സീഡിനെ വളർത്തുന്നത് അവർ ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ ഇവിടെ കരിമീൻ്റെയും വരാലിൻ്റെയും പിന്നെ മറ്റ് മത്സ്യങ്ങളുടെയും കുഞ്ഞുങ്ങളെ ലഭ്യമാണ്. ഇവരുടെ ഫാമിൽ വന്നപ്പോൾ ഞാൻ ഒരു വെറൈറ്റി ഒരു മീനെ കണ്ടു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നതിന്. ഇത് ഈ കാണുന്നതാണ് സാധനം. അപ്പോൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ കാണുന്നത് റെഡ് പിലോപ്പിയ ഇനത്തിൽപ്പെട്ട മീനാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ കളറിലുള്ള പിലോപ്പിയെ കാണുന്നത്. നേരത്തെ കണ്ടിട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇതിൻ്റെ കുഞ്ഞുങ്ങളെയും വരാലിൻ്റെയും കരിമീൻ്റെയും മറ്റ് മത്സ്യങ്ങളുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് ഇവിടുന്ന് വാങ്ങിക്കാൻ സാധിക്കുന്നതാണ്. ചെമ്മീനും മത്സ്യക്കുഞ്ഞുങ്ങളെ ആവശ്യമുള്ളവരെ കോൺടാക്ട് ചെയ്യുക. നമ്പർ നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ആശയമായി നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. ഇവർ നിങ്ങൾക്ക് കൊറിയർ അയച്ചു തരുന്നത്, വന്ന് വാങ്ങാൻ പറ്റുന്നവർ വന്ന് തന്നെ വാങ്ങിക്കുക. അല്ലാത്തവർക്ക് അവർ കൊറിയർ അയച്ചു തരുന്നതായിരിക്കും മത്സ്യക്കുഞ്ഞുങ്ങളെയൊക്കെ. ചെമ്മീൻ നിങ്ങൾ നേരിട്ട് തന്നെ വന്ന് വാങ്ങിക്കാൻ ശ്രമിക്കുക. കരിമീൻ കുഞ്ഞല്ലേ?
വീതി കൂട്ടിയല്ലേ? കരയെടുത്ത് ആ ഹാ കെട്ടിയതാ കെട്ടി തന്നു. ഇവിടെ കൂടെ തീരുക. ഇത് ശരി നമ്മുടെ കട അല്ലേ? ഇന്ത്യ മഹാരാജ്യം പോലെ നമ്മുടെ ഇത് നമ്മുടെ ആ വലിയ പാലം കയറി അടികളെ കയറി ഇതേപോലെ ഒരു നാരോ ഷേപ്പ് നമ്മൾ ആ കയറിയില്ല തീരും. അതിന്റെ സെന്റർ എനിക്കാണ് സംഭവം. അപ്പോൾ ചെമ്മീൻ വിളവെടുപ്പിൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ട്? എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായി ലൈക്ക് ചെയ്യണേ. പിന്നെ നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല വീഡിയോ ഷെയർ ചെയ്തോട് കൊടുക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ദിസ് ഈസ് രഞ്ജിത്ത് സൈനിങ് ഓഫ്.